الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അപ്പോൾ ആയുസ് വർദ്ധിപ്പിക്കുന്ന സൽക്കർമ്മങ്ങളെ പറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ 2 വീഡിയോ ചെയ്തു, ഇനി മൂന്നാമത്തതാണ്. നാലാമത്തെ അഹ്സിൻ ഇലാ ജീറാനിക്ക, നിൻ്റെ അയൽവാസികൾക്ക് നീ നന്മ ചെയ്യുക. ഫൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ ബിവിയെ തൊട്ടുണ്ട്, കാലത്ത് മഹദി പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, സിലത്തുർ റഹ്മി, കുടുംബബന്ധം ചേർക്കൽ, വഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം, വഹുസ്നുൽ ജിവാരി, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ജിവാർ, അതായത് അയൽവാസികൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. അവകളെല്ലാം യുഅമ്മിറാനി ദിയാറ വയസീദാനി ഫിൽ അമാർ, അതെന്ത് ചെയ്യും, വീടുകളെ എന്ത് ചെയ്യും, പരിപാലിക്കുകയും വയസ്സുകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇവിടെ 3 എണ്ണിയില്ലേ, സിലത്തുർ റഹ്മ, ഹുസ്നുൽ ഖുൽഖ്, ഹുസ്നുൽ ജിവാർ, യുഅമ്മിറാനി ദിയാറ. അവിടെ വയസീദാനി ഫിൽ അമാർ അല്ലേ, ആയുസിൽ വർദ്ധിപ്പിക്കുക. അപ്പോൾ 3 2ആയിട്ട് എണ്ണിയെന്നുള്ളൂ. അപ്പോൾ അവകളെന്ത് ചെയ്യും, ദിയാറുകളെ പരിപാലിക്കും. അതുപോലെ തന്നെ വയസീദാനി ഫിൽ അമാർ, അപ്പോൾ നമ്മൾ ദിയാറുകളെ പരിപാലിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ബറക്കത്തുണ്ടാവും, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ വയസീദാനി ഫിൽ അമാർ കണ്ട, അപ്പോൾ ആയുസുകളിൽ വർധനവുണ്ടാക്കും. സഹീഉൽ ജാമി. ഇനി ഖൗലു സല്ലല്ലാഹു, നബി തങ്ങൾ പറഞ്ഞു, മാസാല ജിബ്രീൽ യൂസിനി ബിൽ ജാരി, ജിബ്രീൽ ആയിക്കൊണ്ടിരുന്നു, എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടിരുന്നു, ബിൽ ജാരി, അയൽവാസിയെപ്പറ്റി, ഹത്താ ലനൻതു, ഞാൻ ഭാവിച്ചു, അന്നഹു സയൂരിസുഹു, ശേഷം അവർ അനന്തരമെടുക്കുമെന്ന്. അതായത് അയൽവാസി, ഒരാൾ മരിച്ചാൽ അവൻ്റെ അയൽവാസിക്ക് വരെ അനന്തരം കിട്ടുമെന്ന് വരെ ഞാൻ ഭാവിച്ചു. ആ നിലക്ക് അത്രത്തോളം കടമകളുണ്ട് അയൽവാസികളോട്. അതുപോലെ തന്നെ ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖൗൽ, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹി തആല, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, ഖൈറുഹും, അവരിൽ ഏറ്റവും ഉത്തമരാണ്, ലിസ്വാബി, അവൻ്റെ കൂട്ടുകാരനോട് നല്ലോണം പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ കൂട്ടുകാരൻ ഏറ്റവും നല്ലത്. ഖൈറുൽ ജീറാൻ ഇൻദല്ലാഹി, അള്ളാഹിൻ്റെ അടുക്കൽ അയൽവാസികൾ ഏറ്റവും ഖൈർ ഉത്തമർ, ഖൈറുഹും ലി ജാരിഹി, അവൻ്റെ അയൽവാസിയോട് നന്മ ചെയ്യുന്നവനാണ്, ഉത്തമരായവരാണ്. അള്ളാഹിൻ്റെ അടുക്കൽ അയൽവാസികൾ ഏറ്റവും ഉത്തമരവരാണ്. വഖൗലുഹു, നബിയുടെ കൗൽ, അള്ളാഹിൻ്റെ കൗലുണ്ട്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ, നബി തങ്ങളുടെ കൗൽ തന്നെയാണ് 3. മൻ കാന യുമിനു ബില്ലാഹി, ആരെങ്കിലും അള്ളാഹിൽ വിശ്വസിച്ചാൽ, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ, ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, അവൻ്റെ അയൽവാസിക്ക് അവൻ നന്മ ചെയ്യട്ടെ. അതുപോലെ തന്നെ കൗലുഹു, നബി തങ്ങളുടെ കൗൽ, കൗമിൻ ജാരിൻ കമ്മിൻ ജാരിൻ മുതഅല്ലിഖും ബിജാരി യൗമിൽ ഖിയാമ, എത്രയെത്ര അയൽവാസികളാണ് അവൻ്റെ അന്ത്യനാളിൽ അവൻ്റെ അയൽവാസിയോട് ബന്ധിക്കപ്പെടും. യഖൂലു, യാ റബ്ബും പറയും, എൻ്റെ റബ്ബെ, ഹാദാ ഖലഖ ബാബഹു, ഇവനാകുന്നത് അവൻ്റെ ബാബിനെ, ദൂനി, എന്നെ കൂടാതെ ബാബ് അവൻ കൊട്ടിയടച്ചവനാണ്. ഫമുനിഅ മാറൂഫുഹു, അപ്പോൾ അവൻ്റെ നന്മകൾ അവന് തടയപ്പെടും. കണ്ട, അപ്പോൾ അന്ത്യനാളിൽ അവൻ്റെ അയൽവാസിയോട് ഓരോ അയൽവാസിയും എത്ര അയൽവാസികളാണ് അവൻ്റെ അയൽവാസികളോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അന്ത്യനാളിൽ. അതായത് അവൻ പറയും, ഇവൻ എൻ്റെ ബാബിനെ, അവൻ എന്നെ കൂടാതെ അവൻ്റെ വാതിലിനെ അവൻ കൊട്ടിയടച്ചു എന്ന് പറയും. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, അവനക്ക് എന്താ, നന്മയെ അവന് തടയപ്പെടും. വഖീല നബി സല്ലല്ലാഹു, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഇന്ന ഫുലാനത തഖൂമുൽ ലൈല വ തസൂമുൻ നഹാറ വ തഫലു വ തസദ്ദഖു വ തുദി ജീറാനഹാ ബിലിസാനിഹാ ഫഖാല റസൂലുള്ളാഹ് ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിന്നാർ. കണ്ടാ, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഒരു പെണ്ണ്, അവൾ രാത്രി നിന്ന് നിസ്കരിക്കുമ്പോൾ, തസൂമുൻ നഹാറ തഖൂമുൽ ലൈല വ തസൂമുൻ നഹാറ, അവൾ പകൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ, തഫലു സദഖ, അവൾ തഫലു വ തസദ്ദഖു, അവൾ നന്മ ചെയ്യും, അവൾ എന്ത് ചെയ്യും, സദക്ക ചെയ്യും. വതൂദി ജീറാനഹാ ബിലിസാൻ, പക്ഷേ അവൾ എന്ത് ചെയ്യും, വതൂദി ജീറാനഹാ ബിലിസാൻ, അവളുടെ അയൽവാസി അവൾ എന്ത് ചെയ്യും, നാവ് കൊണ്ട് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഖാല റസൂൽ, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു നന്മയുമില്ല, ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകക്കാരിൽപ്പെട്ടവളാണ്. ഖാലൂർ പറഞ്ഞു, ഫുലാനത്തൻ തുസല്ലി, അപ്പോൾ സഹാബകൾ വീണ്ടും ചോദിക്കുകയാണ്, ഫുലാനത്തൻ തുസല്ലിൽ മക്തൂബത്ത,
ഒരു പെണ്ണ് അവൾ എന്ത് ചെയ്യും? ഫർദ് നിസ്കരിക്കുമ്പോൾ തസൂമു റമളാനിൽ നോമനുഷ്ഠിക്കുമ്പോൾ ലാ തുഅ്ദി അഹദൻ, അവൾ ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഫഖാല റസൂൽ, അപ്പോൾ റസൂൽ പറഞ്ഞു, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗ്ഗക്കാരിൽപ്പെട്ടവളാണ്. അപ്പോൾ 4 പറഞ്ഞ് ജീറാനുകൾക്ക് എന്ത് ചെയ്യും? ആദ്യം പറഞ്ഞെന്തായിരുന്നു? നിൻ്റെ എല്ലാ പ്രവർത്തനം കൊണ്ടും നീ എന്ത് ചെയ്യുക? ഉണ്ട് നന്മ കൂലി ആഗ്രഹിക്കുക. നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞു വന്നത്? എല്ലാ പ്രവൃത്തി കൊണ്ടും നീ കൂലി ആഗ്രഹിക്കണം. പിന്നെ 2 പറഞ്ഞത് കുടുംബബന്ധം ചേർക്കുക. പിന്നെ 3 എന്തായിരുന്നു? നിൻ നല്ല സ്വഭാവം, സൽസ്വഭാവം ചെയ്യുക ജനങ്ങളോട്. 4 ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ? നിൻ്റെ അയൽവാസികൾക്ക് നീ നന്മ ചെയ്യുക. ഇനി 5 ഹാഫിദ അല സ്വലാത്തിൽ ജമാഅത്തി ഫിൽ മസ്ജിദി. കണ്ട, പള്ളിയിൽ നീ ജമാഅത്ത് നിസ്കാരത്തിനെ നീ പതിവാക്കുക, നീ സൂക്ഷിക്കുക. ജമാഅത്ത് നിസ്കാരത്തിന് മേൽ സൂക്ഷിക്കണം, പള്ളിയിൽ വെച്ചുകൊണ്ട് ജമാഅത്ത് നിസ്കാരത്തിന് മേൽ സൂക്ഷിക്കണം. വദാലിക, അത് മിനൽ ബിൽ മുവാളബത്തി അലൈഹ ജമാഅത്തും അൽ ഇമാമി ഫിൽ മസ്ജിദി. അതേതാണ്? ഈ മസ്ജിദിൽ, പള്ളിയിലുള്ള ഇമാമിൻ്റെ ജമാഅത്തിൻ്റെ മേൽ പതിവാക്കലാണ്. ലിഖൗലി സല്ലല്ലാഹു, നബി തങ്ങൾ പറഞ്ഞല്ലോ, സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫത്തി. ജമാഅത്ത് നിസ്കാരം ശ്രേഷ്ഠമാണ് ഒറ്റക്കുള്ള നിസ്കാരത്തേക്കാൾ. ബിസബഈൻ വഇശ്രീന ദറജ, 27 ഇരട്ടി പ്രതിഫലം കൂടുതലാണ്. മുത്തഫഖുൻ അലൈഹി ഹദീസാണ് കേട്ടോ. അപ്പോൾ ഫലൗ തവഖ റജുലാനി മസലൻ, അപ്പോൾ ഫലൗ തവഫ റജുലാനി മസലൻ ഫി ഉംറിൻ വാഹിദിൻ, അപ്പോൾ 2 പുരുഷന്മാർ മരണപ്പെട്ടു. ഉദാഹരണമായിട്ട് പറയാണ്, ഒരു വയസ്സിൽ തന്നെ 60 വയസ്സിൽ തന്നെ 2 പേര് മരണപ്പെട്ടു പോയി. വഹദുഹുമാ, 2-ൽ ഒരാൾ തഅവ്വദ, അവൻ പതിവാക്കാറുണ്ട്, യുസല്ലിയ ഫറായിദ ഫിൽ ബൈത്തി ബിമുഫ്രദിഹി തിവാല ഹയാത്തിഹി, അവൻ നിസ്കരിക്കലിനെ പതിവാക്കും. ഫർദ് നിസ്കാരം വീട്ടിൽ വെച്ചുകൊണ്ട് തനിച്ച് നിസ്കരിക്കും. അവൻ്റെ ആയുസിൻ്റെ ദീർഘമായ ആയുസിൽ അവൻ എന്ത് ചെയ്തു? ഫർദ് നിസ്കാരങ്ങളെ വീട്ടിൽ വെച്ച് ഒറ്റക്ക് നിസ്കരിച്ചവനാണ്. വല്ലാഖറു യുസല്ലിഹ, മറ്റേയാൾ അതിനെ നിസ്കരിച്ചു ജമാഅത്തൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് ജമാഅത്താട് നിസ്കരിച്ചു. എന്നാൽ ലകാന മജ്മൂ സവാബിർ റജുലിസ്ഥാനി, രണ്ടാമത്തെ മനുഷ്യൻ്റെ പ്രതിഫലത്തിൻ്റെ മജ്മൂ യസീദു അലാ സവാബിൽ അവ്വലി, ഒന്നാമത്തവൻ്റെ പ്രതിഫലത്തേക്കാൾ വർദ്ധിക്കും. ബിസബഈൻ വഇശ്രീന മറ, 27 പ്രാവശ്യം. അവനേക്കാൾ 27 ഇരട്ടി അവനക്ക് കൂലി കൂടുതലുണ്ടാകും രണ്ടാമത്തെ ആൾക്ക്. അപ്പോൾ കാന്നമ ആശ 27 മറത്തൻ മൻ യുസല്ലിഹ ഫി ബൈത്തിഹി, അപ്പോൾ അവൻ ജീവിച്ചവനെ പോലെയാണ്. 27 പ്രാവശ്യം ജീവിച്ചവനെ പോലെയാണ്. 27 പ്രാവശ്യം ലീഫ മൻ, ഒരുത്തൻ്റെ ഇരട്ടി അവൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചവനേക്കാൾ 27 ഇരട്ടി ജീവിച്ചവനെ പോലെയാകും. കണ്ടോ? അപ്പോൾ 27 ഇരട്ടി ജീവിച്ചവനെ പോലെയായി. അപ്പോൾ അതാ നിസ്കാരം, പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം, ജമാഅത്ത് നിസ്കാരം. ഇനി 6 തത്തഹർ ഫി ബൈത്തിക വഖ്രിജ് ലിസ്സലാത്തി, 6 പറയണം കേട്ടോ. നീ നിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നീ ശുദ്ധിയാകണം, അതായത് ശുദ്ധീകരിച്ചിട്ട് വഖ്രിജ് ലിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി നീ പുറപ്പെടണം. വ തസ്തതി സിയാത്ത ഹസനാത്തിക മിൻ ഖിലാൽ ഖുറൂജിക മിൻ ബൈത്തിക മുതതഹിറൻ ലി അദാഇ സ്വലാത്തിൽ മക്തുബത്തി ഫിൽ മസ്ജിദി ലി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് വ തസ്തതിഉ സിയാദത്തു ഹസനാത്തിക, നിൻ്റെ നന്മ വർദ്ധിപ്പിക്കാൻ കഴിവാകും. മിൻ ഖിലാൽ ഖുറൂജിക, നീ പുറപ്പെടുന്നത് മുതൽ, നിൻ്റെ വീട്ടിൽ നിന്ന്. മുതതഹിറൻ, ശുദ്ധി ഉള്ളവനായിട്ട്, ലി അദാഇ സ്വലാത്തിൽ മക്തുബത്തി ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള ഫർദ് നിസ്കാരത്തെ വീട്ടാൻ വേണ്ടി ശുദ്ധിയോടുകൂടി വീട്ടിൽ നിന്ന് നീ പുറപ്പെടുന്നതിൻ്റെ കാരണത്താൽ നിൻ്റെ നന്മ വർദ്ധിക്കാൻ നിനക്ക് കഴിയും. കാരണം എന്താ? ലിഖൗലിഹി സ്വല്ലല്ലാഹു, നബി പറഞ്ഞല്ലോ, മൻ ഖറജ മിൻ ബൈത്തിഹി മുതതഹിറൻ, ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശുദ്ധിയോടെ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ, ഫർദ് നിസ്കാരത്തിലേക്ക് അവൻ ശുദ്ധീകരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഫഅജ്റുഹു, അവൻ്റെ പ്രതിഫലം കഅജ്രിൽ ഹാജിൽ മുഹ്രിമി, ഇഹ്റാം ചെയ്ത ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലം പോലെയാണ്. റവാഹു അബൂദാവൂദ് വസഹുൽ അൽബാനി. ഫൽ ഔലാ ബിക അഖി അൻ തഖ്റുജ, അപ്പോൾ ഏറ്റവും ബന്ധപ്പെട്ടത്, നിനക്ക് ഏറ്റവും നല്ലതാണ് തഖ്റുജൽ അൽ മസ്ജിദി മുതതഹിറൻ,
നീ ശുദ്ധിയോടെ വീട്ടിൽ നിന്ന് പുറപ്പെടലാണ് പള്ളിയിലേക്ക് പുറപ്പെടുക. പിന്നെ ബൈത്തിക്ക നിൻ്റെ വീട്ടിൽ നിന്ന് ഇല്ലാ ലി ഹാജത്തിനോ ലറുറത്തിൻ, ഒരു ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടായാലും ഒഴികെ അല്ലാതെ നീ എന്ത് ചെയ്ത്. അപ്പോൾ നിനക്ക് ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് നീ എന്ത് ചെയ്യണം, ശുദ്ധിയോടുകൂടി പുറപ്പെടുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് 7-ാമത്തെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.